ഹലോ, വീണാസ് ഫാമിലിയുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല തുടങ്ങിയത് കേട്ടോ. പക്ഷെ ഇത് തുടങ്ങി വന്നപ്പോഴേക്കും എനിക്ക് ഇരട്ടി പണിയായി. എന്ന് വെച്ചാൽ അയ്യോ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചതാണേ. നോക്കുമ്പോൾ തുടങ്ങിയപ്പില്ലേ അങ്ങും എത്തുന്നില്ല. അങ്ങ് നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം ക്ലീൻ ആക്കി വേണമെങ്കിൽ എത്ര നേരമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്കിവിടെ ഭയങ്കര എലി ശല്യമാണ് കേട്ടോ. ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് എലി ശല്യം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ ഈ ഒരു ഭാഗം മുഴുവൻ ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഭാഗം കൂടെ ക്ലീൻ ആക്കുവാണെങ്കിൽ ആയല്ലോ എന്നാണ് ഞാൻ തുടങ്ങിയാണ്. ജസ്റ്റ് അവിടെ നിന്ന് തുടങ്ങി ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും ഇവിടെ അങ്ങ് ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ ഇവിടെ പോയെ കട്ടിലിൻ്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെടുത്തപ്പോഴില്ലേ അവിടെയുണ്ട് എലി നിറച്ച് മണ്ണ് മാന്തി വെച്ചിട്ട്. എനിക്കത് കണ്ടിട്ട് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. എങ്ങനെ അത് ക്ലീൻ ആക്കുമെന്നോ. എന്താ പറയുക, മണ്ണ് അതിനടിയിലുള്ള മണ്ണ് മുഴുവൻ മേലോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാൻ വാരിക്കളഞ്ഞ് അയ്യോ കുഞ്ഞിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഇതുമെല്ലാം മാറ്റിയിട്ട് ഇതിന് സൈഡിലൊരു ബെഞ്ച് ഉണ്ട് കേട്ടോ. ഒരു കട്ടിൽ 4 പേർക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു എക്സ്ട്രാ ബെഞ്ച് വെച്ച് സെറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയാലേ നമുക്ക് ആ മണ്ണ് വാരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എല്ലാം മാറ്റിയെടുക്കാം. ആദ്യം സൈഡിലുള്ളതെല്ലാം എടുത്ത് മേലെ കയറ്റി അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി എന്നിട്ടൊക്കെയാണ് ആ ബെഞ്ച് പൊന്തിക്കേണ്ടത്. ഒറ്റയ്ക്ക് പൊന്തിക്കാനാവില്ല. ഞാൻ ചേട്ടൻ വന്നിട്ട് ആക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഇതെല്ലാം വലിച്ച് വാരി ഇട്ടിട്ട് എടുത്ത് ഏട്ടൻ വരെ കാത്ത് നിൽക്കേണ്ടതൊട്ട് ഞാൻ തന്നെ മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം സമയം 10 മണി 10:30 ആവുന്ന സമയത്താണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ഏട്ടൻ വന്നിട്ട് ചെയ്യണമെങ്കിൽ രാത്രിയിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മെല്ലെ തട്ടിയും മുട്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. കട്ടിലൊന്നും പൊന്തിക്കാനാവുന്നില്ല ഒറ്റയ്ക്ക്. പിന്നെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യണ്ടേ. ഇങ്ങോട്ട് പോവുക, ലേശം ഇങ്ങോട്ട് വലിക്കുക, പിന്നെ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക. ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പണി. എന്നിട്ട് അപ്പുറത്ത് പോയി ലേശം മെല്ലെ എടുത്ത് മാറ്റി ഇങ്ങോട്ട് മെല്ലെ നീക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതാണ് എൻ്റെ പണി കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, മണ്ണ് വെച്ചിട്ടുള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വാരിയെടുത്ത് കളയാം. എലി പോകുന്നതും വരുന്നതും കാണുന്നില്ല, പക്ഷേ ഇവിടെയാണ് ഈ സംഭവം നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ തന്നെ എടുത്തതാണേ. അപ്പോഴാണ് ഇത്രയും കണ്ടത്. നമുക്കതൊന്ന് എല്ലാം അടിച്ചു വാരി കൂട്ടിയെടുക്കാം കേട്ടോ. കുഞ്ഞോട്ടിന് എണീറ്റു. അപ്പോൾ കുഞ്ഞോട്ടിന് എണീറ്റിട്ടുള്ള കളിപ്പാട്ടം മുഴുവൻ അവിടെ കൊട്ടിയിട്ടിട്ടുണ്ട്. എനിക്കിനി ഇത് കഴിയുമ്പോൾ അടുത്ത ടാസ്ക് അവിടെയുണ്ട്. ഒരു ഭാഗം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം ക്ലീൻ ആക്കാൻ പോകേണ്ടി വരും. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം വാരി വലിച്ചിട്ട് കണ്ടോ, അവൻ്റെ പങ്കിന് അവനും ഇവിടെ എല്ലാം കൊട്ടിയിട്ട്. അപ്പം നമുക്കിനി ഇതെല്ലാം ഒരു അടുക്കും ചിട്ടയാക്കിയിട്ട് നോക്കാം കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് തീരും, നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ കേട്ടോ. ഇതുണ്ടോ, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഒന്ന് കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. ആ ചെയ്യുന്ന കഷ്ടപ്പാട് ഇത് കഴിഞ്ഞ് കാണുമ്പം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ. ഇതിങ്ങനെ പോയി കുറച്ച് ദിവസമല്ലേ കാണാൻ കിട്ടുള്ളൂ. കണ്ടില്ലേ, എല്ലാം കറക്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഈ വട്ടം കട്ടിൽ കുറച്ച് മേലെ കയറ്റിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് കുറച്ച് സ്പേസ് കൂടി. അപ്പോൾ എല്ലാം ഒരു ഭാഗത്ത് മുറിച്ചു. കളിപ്പാട്ടങ്ങളെല്ലാം ഈ ഒരു ഇതിൽ നിറച്ചും കളിപ്പാട്ടം. ഇത് സ്റ്റൂളാണ്, അത് തിരിച്ചിട്ട് അതിൽ നിറച്ചും കളിപ്പാട്ടം വാരി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കാറുള്ളൂ വണ്ടി. പിന്നെ അത്യാവശ്യം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ മോനുണ്ടായല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ തട്ടിമുട്ടി ക്ലീൻ ആയി വരുമ്പോൾ വൈകുന്നേരമായി. രാവിലെ എഴുന്നേറ്റ് പിന്നെ രാവിലത്തെ ചായ കുടി അങ്ങനത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലെ ഈ ഒരു റാക്ക് മുഴുവൻ ക്ലീൻ ചെയ്ത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് കാണുമ്പോൾ അടുത്തും ചുറ്റോടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ചെയ്തതിൻ്റെ കഷ്ടപ്പാട് തന്നെ നമ്മൾ മറന്നു പോകും. ഇതിപ്പോൾ തന്നെ കാണണമെങ്കിൽ ഇപ്പോൾ കണ്ടാൽ പറ്റുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ മാറും. അപ്പോൾ പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. പക്ഷേ എല്ലാം സെറ്റായിട്ടോ. ആകെ മുഴുവൻ നല്ല വൃത്തിയിൽ ഒതുക്കി പെറുക്കി വെച്ചു. മുറ്റത്ത് അത്രയും പുല്ലുണ്ട്, അതിപ്പോൾ പറിക്കാൻ പറ്റില്ല. പറിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പുല്ലുണ്ട്. അപ്പോൾ അതിങ്ങനെ മരുന്നടിച്ച് കരിച്ച് കളയാനേ പറ്റുള്ളൂ. ആദ്യം ഞാൻ മുറ്റത്തെ പുല്ല് പറിച്ച് കളയുമായിരുന്നു. അപ്പോൾ അത് പറിച്ച് കഴിഞ്ഞ് മുറ്റം വൃത്തിയായി കാണുമ്പോഴും നമുക്ക് അത്രയും സന്തോഷമായിരിക്കും. ചെയ്യുന്നതിന് മടുപ്പ് അപ്പോഴുണ്ടെങ്കിലും പിന്നീട് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഇനി അകത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി മുറ്റത്തെ പുല്ല് മുഴുവൻ പറിച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഇനി അടുത്തത് ഒന്നൊന്നായിട്ടല്ല ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അകത്തുള്ളത് കണ്ടില്ലേ,
നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ആയി സെറ്റാക്കി വെച്ചു. ഇതിപ്പോൾ 2 ദിവസത്തെ പണിയാണ് കേട്ടോ, 2 അല്ല 3 ദിവസത്തെ പണി ഞാൻ ചെയ്തത് കേട്ടോ. ഈ ഒരു റൂം മാത്രം ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു. അപ്പുറത്ത് കട്ടിലിട്ട ഭാഗം ഇന്നലെ ചെയ്തു. മറ്റേ റാക്ക് വെച്ചേക്കുന്ന ഭാഗം ഇന്ന് രാവിലെ ചെയ്തു. അപ്പം അങ്ങനെ 3 ദിവസം. കുട്ടിയുടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ചായി ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റയടി ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീടിൻ്റെ ഒരു രീതി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ആ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇതിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എത്ര നേരം കാണാൻ കിട്ടുന്നത് എനിക്കറിയില്ല. മക്കളൊക്കെ ഉള്ള സ്ഥിതിക്ക് തീരെയും പറ്റില്ല. പിന്നെ നമ്മൾ ആ ഒരു തിരക്കിൽ എടുക്കുക വെക്കുകയൊക്കെ ആകുമ്പം അതെല്ലാം മാറി മറിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ ക്ലീനും ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കും. പക്ഷെ നമുക്കത് ഒരു കാര്യം മാത്രമല്ല, മക്കളെ പറയാല്ലേ നടന്ന് ഓരോ പണിയിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലീനിങ് കാര്യം നടക്കില്ല. ഇനിയിപ്പം ഇത് സെറ്റായി, ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ആ സമയത്ത് എന്താവുമെന്ന് എനിക്ക് അറിയില്ല. അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഈ ഒരു നീറ്റ്നെസ് തന്നെ ഉണ്ടാവില്ല. പിന്നെ കുറേ പൊടിയും കാര്യങ്ങളുണ്ട്, ഇതിനെല്ലാം പൊടി തട്ടി എല്ലാം വൃത്തിയാക്കി. അപ്പം ഞാൻ ആ എലി മാന്തിയ സ്ഥലത്ത് മണ്ണെല്ലാം വാരി വലിച്ചിട്ടിട്ട് ചവിട്ടി ലേശം കൊണ്ട് മണ്ണ് ഇട്ട് അമർത്തി കൊടുത്ത് അങ്ങനെ കുറച്ച് സെറ്റാക്കി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു കൊച്ചു വ്ളോഗിൽ കേട്ടോ. വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. മൊത്തമല്ല, ഒരു ഭാഗം ഞാൻ നല്ല എടുത്തിട്ടുള്ളൂ. പിന്നെ ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം കാണിച്ചു, കണ്ടില്ലേ. ഇനി കുടേൻ്റെ ആവശ്യമൊന്നും വരാത്ത കൊണ്ട് ഞാൻ കുട മേലെ കയറ്റി അവിടെ വെച്ചു. ഇനിയിപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് എടുക്കാമല്ലോ. ഇതിപ്പം എല്ലാം കുറച്ച് അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട മാത്രം അവിടെ വെച്ചു. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടി, എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ അരിയൊക്കെ ഞാൻ ബക്കറ്റിലങ്ങ് ഇട്ട് വെച്ചു. അല്ല, ആദ്യം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് ഞാൻ ആ ചാക്കിൽ തന്നെ വെച്ചു. ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് എല്ലാം കാണുക എപ്പോഴും ആണെങ്കിൽ നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക.